നിർത്തിയത്. ഈ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇതിൻ്റെ തന്നെ നിരന്തരമായ പ്രാക്ടീസിംഗ് ആണ്. ഇതുവരെയുള്ള സ്റ്റെപ്പുകളെല്ലാം ഒന്നിനൊന്നായി കൃത്യവും സൂക്ഷ്മവുമായി അനുദിനം പ്രാക്ടീസ് ചെയ്യലാണ് അടുത്തത്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഏതാനും ചില സ്റ്റെപ്പുകൾ, അത് ഫിനിഷിംഗ് സ്റ്റേജിലാണ്, സമാപന ഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ചില സ്റ്റെപ്പുകൾ മാത്രമാണ് പിന്നെ അവശേഷിക്കുക. ഇതുവരെ പറഞ്ഞ ഈ ഓരോ പദ്ധതികളുടെയും എത്രത്തോളം കൃത്യവും സൂക്ഷ്മവുമായ പരിശീലനം നിങ്ങൾ നടത്തുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഫലം. നിങ്ങൾ ഇതെല്ലാം കൃത്യമായി കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിൽ വെച്ച് ദിവസവും ഇതിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. ഇത് എത്രത്തോളം നിങ്ങൾ സ്വയം പരിശീലിക്കുന്നു അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഷാർപ്പ് റിസൾട്ട്സ്, സൂക്ഷ്മമായ ഫലം